മണ്ടു മണ്ടു ഒന്നിവിടെ ഏട്ടാ ഞാൻ കാണില്ല. ഒന്നിവിടെ വാണ്. എന്താ എന്താണ്? ഒന്നിങ്ങോട്ട് വാണ്. അതെ എന്റെ മുഖത്തൊന്നും ഉണ്ട് നോക്കി. എന്താ ഭയങ്കര ചൊറിച്ചില്, ഭയങ്കരമായിട്ട് ചൊറിയണു. അത് തോർത്തില്ല വല്ല പുഴുണ്ടായിരുന്നോ? തോർത്തില് പുഴുന്നില്ല. തോർത്ത് ഞാൻ അവിടെ നിന്ന് നനച്ചെടുത്തതല്ലേ. പിന്നെന്താ? എവിടെ നോക്കട്ടെ. ഹായ്, ഇതെന്താ കാലിലൊക്കെ ചൊറിയുണ്ടോ? ആ ഇവിടെ ചെറിയ എവിടെ? ഇവിടെയോ? തൊലി ചൊറിയാണ്. പതുക്കെ ചൊറിയ പതുക്കെ. എവിടെ? അവിടെ തന്നെ, അവിടെ തന്നെ. ഇവിടെ അങ്ങോട്ട് പറഞ്ഞാലും ഒരു കാര്യം പറഞ്ഞ അപ്പൊ കളിച്ചോണ്ട് വെക്കും. ഇങ്ങോട്ടുണ്ടോ? ഞാൻ ചൊറിഞ്ഞേരാ. ചൊറിഞ്ഞ എവിടെ നോക്കട്ടെ. ഇവിടെ ഒന്നും കാണില്ലല്ലോ. ഒരു കാര്യം ചെയ്യ, കുറച്ച് എണ്ണ പറ്റിയല്ലോ. എണ്ണ പറ്റി പിന്നെ കൊടുക്കണ്ടേ? അങ്കി പിന്നെ മാതി കൊണ്ട് നിൽക്കും ഇവിടെ. എന്നാ പോയിട്ട് വാ. മുഴുവൻ കടിച്ചോ? മണ്ടൂരൊന്ന് വിളിക്ക്. എന്തേ? കുറച്ച് ഭസ്മം കിട്ടാനാ. എന്തിനാ ഭസ്മം? ഭസ്മം ഈ പുറത്തൊന്ന് തേക്കാനാ. പുറത്ത് ഭസ്മം നെറ്റിമലോടെ തേക്കുക. നെറ്റിമല്ലല്ല, പുറത്ത് ചൊറിഞ്ഞിട്ടെ ഭയങ്കര ചൊറിച്ചിലെന്ന്. നിങ്ങളെന്താ കളിക്കണേ? നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ട്? ആ കുറച്ചു നേരമായി. അല്ലാക്കല്ലേ ചൊറിച്ചിലെത്തത് എപ്പ തുടങ്ങിയെന്നറിയോ? അതിന് ഭസ്മം തേച്ചത് കാര്യമില്ലടോ. എന്താ വെളിച്ചെണ്ണ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു പോയതാ പണ്ടു. മത്സ്യ മാറുമോ? ആരോന്ന് അറിയില്ല, തേച്ചൊക്കെ എല്ലാം അറിയുള്ളൂ. നിങ്ങൾ എവിടെയൊക്കെ തളർത്തിക്കണല്ലോ. ആ അതന്നെ പറയണത്. പഠിച്ച റബ്ബേ, ഇതെന്താ പറ്റിയത്? നീ വായു കൊണ്ട് നായ്ക്കുറഞ്ഞപ്പോ പൊടിയിട്ട് വെറുതെ ഇരിക്കും. അത് ഇതൊരു കാര്യം ചെയ്യോ? ഒന്ന് മാറ്റിക്കാം. അവിടെയോ? ഈ നടുവ് മാറ്റി. അപ്പൊ ഇവിടെ ആരാ മാറ്റുക? എന്റെ പൊതുവെ ആരാ മാറ്റുക? ഇങ്ങനെ മാറ്റി കുറച്ചില്ലാട്ടോ. അത് ഇറങ്ങാറാവൂല്ലോ. അത് തണുക്കണുണ്ടോ നിങ്ങൾക്ക്? ഈ വെളിച്ചെണ്ണ ചാട്ടാൻ പോയാ വരല്ലേ? എന്താ ബഹളം വെക്കണേ? ചൊറിച്ചിലാമല്ലോ. ആ വെളിച്ചെണ്ണ തിരികോട്ട് ഒഴിക്കി. എന്താണ്? ചൊറിഞ്ഞിട്ട് പോയാന്ന് ആകെ ചൊറിച്ചില്. അവനും ചൊറിയാണ്. അപ്പൊ ഇത് വെളിച്ചെണ്ണ വെച്ചാ പോരാ. രണ്ടുപേർക്ക് ചൊറിയണ സ്ഥിതിക്ക് ഇത് എന്തോ വൈറസാ. വൈറസോ? ആ, ഈ വായുവിൽ കൂടെ പകരുന്ന വൈറസ് കടിക്കുന്നതായിരിക്കും ചിലപ്പോ ഈ ചൊറിയുന്നേ. ഇടങ്ങറാവൂപ്പത്. ഇതിപ്പോ എനിക്ക് പകരും എന്നെ. പിന്നെ ഇതെങ്ങനെ പകരണതാ? പിന്നെ അല്ലാതെ രണ്ടുപേർക്ക് എങ്ങനെ വന്നേന്ന്? ഏട്ടൊരു കാര്യം ചെയ്യ്, ഡോക്ടറെ പോയി കണ്ടോ. ഏത് ഡോക്ടറെ കാണുക? ഏത് ഡോക്ടറെ കാണാനാണ്? ഇവിടെ പഠിത്ത് നമ്മള് സൂതൻ ഡോക്ടർ അല്ലല്ലോ, മൂപ്പരെ പോയി കണ്ടാലോ? അത് കുറച്ച് കഴിഞ്ഞ ചൊറിഞ്ഞാൽ മാറും. വേണ്ട ഏട്ടാ, ഒന്ന് പോയി കാണുന്നത് നിങ്ങള്. എന്നിട്ട് വേണമെങ്കിൽ വേറെ നല്ല ഡോക്ടറെ അടുത്ത് പോവാലോ. ഒന്ന് പോയി വെക്കുന്നാല്. ആരെ? സുഗതൻ എന്റെ അടുത്തോ? ആ നല്ലോണം ചൊറിയുന്നുണ്ട് കേട്ടോ. തിണർക്കണ ഇവിടെയൊക്കെ. ഏട്ടാ ഇനി താമസിക്കേണ്ട, ഡോക്ടറെ അടുത്ത് പോയി. ഷർട്ട് മുണ്ടെടുത്തിട്ട് എന്നാ ഷർട്ട് കൊണ്ട് കൊടുക്കും. ഞാൻ ഇവിടെ നിന്നാ മതി, അങ്ങോട്ട് വരണ്ട കേട്ടോ. എന്താ? അങ്ങോട്ട് പകർന്നാലോ? വൈറസ് എന്നൊക്കെ പറഞ്ഞ ഓളല്ലേ പേടിപ്പിച്ച്. ചെല്ലിങ്ങനെ എടുത്തിട്ട് വരി. കേട്ടാ ലാക്കിൽ അവനും കഴിഞ്ഞ അതിലപ്പോ ഞാന് ഷർട്ട് മാറ്റിട്ട് നോളെ പേടി മാറ്റാലോ. ഇവിടെ എവിടെ? പിന്നെ എവിടെയാണ് ചൊറിയണ? ഇവിടെ ഇവിടെ എന്ത്? ആരാത്? അച്ഛനാ? അപ്പൂപ്പനാ. ആ, കൊറേ നാളായത് ചൊറിച്ചില്? ചൊറിച്ചില് പണ്ടേ ഉള്ളതാ, ഈ ചൊറി ഇപ്പൊ തുടങ്ങിയതാ. പ്രായമായ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, കാര്യമൊക്കെ ഉണ്ടാ. ഡോക്ടർ ഇപ്പൊ വരും. മതിയാ മതിയാ എവിടെ എന്നൊക്കെ പറഞ്ഞ ചൊറിയാ ഇത്. കാശ് വരാന്ന് പറഞ്ഞിട്ട് പോലും നേരെ പോലെ ചോദിക്കണില്ലല്ലോ ചവമേ. സാറേ പേരെഴുതിക്കോളി. സത്യശീലൻ മൊയ്തു. സത്യശീലൻ മൊയ്തു. അതൊരു ചേർച്ചയില്ലല്ലോ പേര്. ഞങ്ങള് സത്യശീലൻ മൊയ്തു. ഒരാള് സത്യശീലൻ, ഒരാൾ മൊയ്തു. അങ്ങനെ പറയാം. അതൊരു പേപ്പറുണ്ടാ?
പേപ്പർ ഇവിടെ ഉള്ളതിൽ എഴുതിയാ മതി. ഇവിടെ പേപ്പർ ഇല്ല, ചീട്ട് എഴുതാനുള്ള പേപ്പർ ഇവിടെ തീർന്നിട്ട് 2 മാസമായി. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, പുറത്ത് കടയിൽ നിന്ന് കിട്ടുമല്ലോ. നിങ്ങൾ ഇവിടുത്തെ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എഴുതിക്കാൻ 2 പേര് കണ്ട, ഇത് രജിസ്റ്റർ ആണ് മിസ്റ്റർ. ഇവിടെ പേപ്പർ ഇല്ല. എന്താ അസുഖം അത്? ഇത് ചൊറിച്ചിൽ നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന് എല്ലാവർക്കും ഇത് ചൊറിച്ചില്ലാണല്ലോ. ഇല്ല, ഒരാൾ വന്ന് കിടന്ന് ചൊറിയണം. ഞാൻ ചൊറിച്ചനാ? ആ, എന്താ നിങ്ങൾ ഡോക്ടറെ വിളിച്ചു നോക്കി, എപ്പോഴും വരും ചോദിച്ചു നോക്കി. ഡോക്ടർ വരൂന്ന്, വരാൻ സമയം അവിടെ ഉള്ളൂ. നിങ്ങൾ അവിടുന്ന് ഒരു പേപ്പർ എവിടെയെങ്കിലും നോക്കിയെടുക്ക്. എപ്പോ വരും? ഡോക്ടർ 11:30 ആവും വരുമ്പോ. അതിന് മുമ്പ് വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു പേപ്പർ നോക്കിയെടുക്ക്. നിങ്ങൾ അതിനകത്ത് ബൽപ്പിനകത്ത് നോക്കി നോക്കി അവിടെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരില്ലേ? ഇത് മതിയോ? ഇതിനകത്ത് എഴുതാൻ പറ്റുമോ? ആ, ഇത് ധാരാളമല്ലോ. അതിനകത്ത് എഴുതി. ഇതല്ലേ ഞാൻ പറഞ്ഞത്. നീങ്ങി നിന്ന അവിടെ. സത്യശീലൻ എസ്. ഇത് പി. പേന അവിടെ വെച്ചേടോ. ചൊറിഞ്ഞിട്ടല്ലേ അവിടെ ചീട്ടുണ്ട്, 2 പേർക്കും ഉണ്ട്. അവിടെ പോയിരിക്കും. പോയിരിക്കും. എത്ര മണി ആദ്യം വരുമ്പോ ഞങ്ങൾ വിളിക്കണ്ടോ? ആദ്യം വന്ന ആളെ വിളിക്കാൻ പറ്റുള്ളൂ. വിളിക്കാൻ പറ്റുമോ? തുടങ്ങിയ മോനെ കുറെ നേരായി. എല്ലാവർക്കും ചൊറിച്ചൽ തന്നെയാണ് എത്തേട്ടാ. ഒച്ചെടുക്കണ്ട. ചൊറിച്ചിലിനല്ല ആ പയ്യൻ നിന്ന് മാന്തി തരണത്. ഡോക്ടർ എത്തും. ഒന്നുകൂടി ഉപയോഗിക്കാം. എന്താണ് ഒന്ന് മാത്രം പെടാങ്ങട് വെച്ച് തന്നാണല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് മാന്തിക്കാൻ വന്നാണ്. ആ മതലിട്ട് ഇങ്ങനെ ഒരക്ക് ആശ്വാസം കിട്ടും. ചായ കിട്ടും ഇവിടെ എവിടെയെങ്കിലും? ചായ ഡോക്ടർ വന്നിട്ട് കാണാൻ എന്റെ തലക്ക് വെളിവുതാ. നിങ്ങള് വന്ന് കിടന്നപ്പ തുടങ്ങിയതാണല്ലോ. അതെന്താ അറിയോ? ഹലോ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളൂ. ഇവിടെ കുറച്ച് തിരക്കാണേ. ഒരു മണിക്കായിട്ട് വന്നാൽ മതി. ശരി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇന്നലെ കോൺഫറൻസ് ഒക്കെ നന്നായോ സാർ? എന്ത് കോൺഫറൻസ്? ഒരു കൃത്യനിഷ്ഠ വേണ്ടോ? 11 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഓരോരുത്തർ 12 മണിക്ക് എത്തുന്നത്. ഇവരിതേ 9 മണിക്കോട്ട് വന്നിരിക്കുകയാണ് സാറേ. ഭയങ്കര ചൊറിച്ചിലാണ്. അതെന്തിനാ ചൊറിയണവര്? എനിക്ക് 11 മണിക്ക് വരാൻ പറ്റൂ. ഇനി ആര് ചൊറിഞ്ഞാലും ശരി, എനിക്ക് സമയമൊന്നും മാറ്റാൻ പറ്റില്ല. ഇതാ ചൊറിച്ചിലല്ല സാറേ, ദേഹം കടിച്ചട്ടെ മാന്തേന ഒരു ചൊറിഞ്ഞിട്ട്. എല്ലാവരും ഒന്ന് ചൊറിച്ചില്ലെന്നും പറഞ്ഞാ പറഞ്ഞത്. എല്ലാവർക്കും ചൊറിച്ചാണ് സാറേ. വരാൻ പറ. സുമേഷ് എന്നോ? ഞാനും എന്റെ അപ്പൻ ആദ്യം വന്നത്. എന്റെ മോനെ, എന്റെ അപ്പൂപ്പനെ ചൊറിഞ്ഞു കൊടുക്കില്ല. ഞങ്ങൾക്ക് ചൊറിഞ്ഞറിയാൻ ആരുമില്ല, അതുകൊണ്ടാണ്. ഇത് കണ്ട, നിങ്ങൾ ഇത് കണ്ട, ചൊറിഞ്ഞു പകുതി നഖം തേഞ്ഞു. നിങ്ങൾ അങ്ങനെ കയറണ്ട. സുമേഷ് ചേട്ടൻ ചെന്നേ. അതെ, ഞങ്ങൾ കയറി കണ്ടതിന് ശേഷം മതി ബാക്കി. അതെന്ത് മര്യാദയാണ്? അവരല്ലേ ആദ്യം വന്ന, അവരാദ്യം കയറട്ടെ. ഈ ചൊറിച്ചിലിടയ്ക്ക് നമ്മളെ മര്യാദ പഠിപ്പിക്കല്ലേ? നിങ്ങളോടല്ലോ കയറേണ്ടത്. അതെ, ഞങ്ങൾ കയറി താനും ചെയ്യും. അവര് കയറിക്കോട്ടെ. നിങ്ങൾ മര്യാദ ഒരു 15 മിനിറ്റ് നേരത്തിന് ആരെയും കൂടെ വിടണ്ട. ഞാൻ ഒരാളെ കണ്ടിട്ട് വരാം. അതെന്ത് പണിയാണ് സാറേ? 9 മണിക്ക് വേണം ചൊറിഞ്ഞ് നിൽക്കാൻ. ഞങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. അല്ല സാറേ, പ്രശ്നം ഉണ്ടാക്കണ്ട. സാറ് അകത്തേക്കല്ലേ? സാറ് ചെല്ലേ. അല്ലടോ, ഞാൻ ഒരാളെ മര്യാദ കേറാൻ പറഞ്ഞപ്പോ കേറണ്ട. ഇനി അവിടെ കിടക്കും. അവര് ഓടിക്ക. ഇപ്പൊ എന്നാ ഇനി മിണ്ടാതെ കിടന്നോളണം. എനിക്ക് വയ്യ ഇനി മാന്താനൊന്നും. ഉറങ്ങാൻ വന്നേക്കാന്ന് തോന്നുന്നു. അവിടെയൊക്കെ ചൊറിഞ്ഞിട. നിൽക്കുന്നില്ല, ചൊറിഞ്ഞോണ്ടിരിക്കാണ് സാറേ. കുറെ നേരമായി. നിങ്ങൾ കാലത്ത് എന്താ കഴിച്ചത്? കാലത്ത് ഞാൻ ഒന്നും കഴിച്ചില്ല സാറേ. എനിക്ക് പിന്നെ കുളിച്ചു വരാനുള്ള സമയം തന്നെ കിട്ടിയുള്ളൂ. കഴിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ഒരു ചായയും 2 പുട്ടും കടലയും തിന്നിക്കണം. അപ്പൊ ഭക്ഷണത്തിൽ നിന്നല്ല. നിങ്ങൾ രണ്ടുപേരും കുളിച്ചിരുന്നു? കുളിച്ചു. അതെ. ഏത് സോപ്പ് ഉപയോഗിച്ചാ കുളിച്ചേ? ഞാനൊരു വെളുത്തിട്ടൊരു സോപ്പാ സാറേ. അതെ. ഞാൻ ചെറുപയർ പൊടിയിട്ടില്ല കുളിക്കല്. സോപ്പ് ഇടില്ല.
അപ്പൊ രണ്ടാളും ഒരു സോപ്പല്ല ഉപയോഗിച്ചത്. അല്ലല്ലേ? അപ്പൊ പിന്നെ സോപ്പൊന്നല്ല. നിങ്ങൾ എന്ത് വെള്ളത്തിലാ കുളിച്ചത്? ഞാൻ പച്ചവെള്ളത്തില്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പച്ചവെള്ളത്തിലാണോ, ചൂടുവെള്ളത്തിലാണോ, പൈപ്പിലെ വെള്ളത്തിലാണോ, കിണറിലെ വെള്ളത്തിലാണോ? ഞാൻ പോയെന്നാ വിളിച്ചത്. ആ, പച്ചവെള്ളത്തില് പുഴയെന്നാണ് സാറേ ഞാൻ കുളിച്ചത്. നിങ്ങളും പുഴയെന്നാണോ കുളിച്ചത്? അതെ. ആ രണ്ടുപേരും ഒരു പുഴയെന്നാണോ കുളിച്ചത്? നമ്മളെ വീട്ടിന്റെ അടുത്ത് കൂടെ പോയല്ലേ, പള്ളിക്കലാറ്. അത് ശരി. അപ്പൊ രണ്ടുപേരും പള്ളിക്കലാർന്നാണ് കുളിച്ചത്. അപ്പൊ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം. അപ്പോ ഈ അസുഖം മാറാൻ ഒരു വഴിയുള്ളൂ. ഈ വെള്ളത്തിൽ ഏത് അണുബാധയിൽ നിന്നാണ് അസുഖം ഉണ്ടായതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ചൊറിച്ചിൽ ഉണ്ടായതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്ന് ഉപയോഗിച്ച വേഗം മാറ്റാം. അത് അറിയാ? അത് അറിയണമെങ്കിൽ CWRDM പോണം. PWD അല്ലടോ, CWRDM, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം. അവിടെ പോയിട്ട് അവിടെ വെള്ളത്തിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ബാധയെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് വരും. സാറേ, തൽക്കാലം ഈ ചൊറിച്ചിൽ മാറാൻ എന്തെങ്കിലും ഒരു ഇത് ദേഹത്ത് പെരട്ടണം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. നിങ്ങളിപ്പോ രണ്ടുപേരും പുഴയിൽ കുളിച്ചതല്ലേ, രണ്ടുപേരും പോയിട്ട് ചുടുവെള്ളത്തിലൊന്ന് കുളിക്കുക. എന്നിട്ട് ഞാനൊരു ഓയിൽമെന്റ് എഴുതി തരാം, ഇത് വാങ്ങിയിട്ട് പോരട്ടെ. രണ്ടുപേരും രണ്ടുപേരും ഇത് പുരട്ടിയാൽ കേട്ടോ. ഇത് വാങ്ങിപ്പോ. ഇത് ചൊറിഞ്ഞിട്ട് എനിക്ക് ചൊറിച്ചിലുണ്ടോ എന്നൊരു സംശയം. നമസ്കാരം മാഡം. നമസ്കാരം. ഇരിക്കണം. മാഡം, ഞങ്ങൾ ഒരു സംശയം തീർക്കാൻ വേണ്ടി വന്നതാണ്. എന്താ സംശയം? ചൊറിച്ചിലായിട്ട് ബന്ധപ്പെട്ടൊരു സംശയം. ചൊറിച്ചിലോ? അങ്ങനെ അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുഴയിൽ നിന്ന് കുളിച്ചു. ഓക്കെ. അപ്പൊ കുളി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ചൊറിയല്. അങ്ങനെ ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പുഴയിൽ ഈ ബാക്ടീരിയകളുടെ എണ്ണം കൂടുതലുണ്ടാവും. അപ്പൊ അത് എത്ര ഉണ്ട് എന്നുള്ളതൊന്ന് കൃത്യമായിട്ട് അറിയണം. അത് കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നാൽ അത് അറിയാന്ന് പറഞ്ഞു. അതെ. ഓക്കെ. ഈ പുഴ എവിടെയാണ്? പുഴ നമ്മളെ പെരേന്റെ അടുത്താ. അതല്ല, ഇത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയില്. പുഴയുടെ പേര്? പള്ളിക്കലാറ്. പള്ളിക്കലാറിന്റെ കൈവഴിയാണേ. അയ്യോ, അതൊന്നും വേണ്ട, പുഴയുടെ പേര് മാത്രം മതി. പള്ളിക്കലാറ്. പള്ളിക്കലാറ് 2900 MBL. അതിന് നമ്മള് പോയതിന്റെ ആയല്ല ചോദിച്ചേ. ഇത് ആഴമല്ല. ഈ 2900 MBN എന്നുള്ളത് ഈ ജലത്തിലെ ബാക്ടീരിയയുടെ അളവാണ്. അണുക്കളുടെ. ഞങ്ങൾ ഈ ജലത്തിന്റെ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെസ്റ്റ് നടത്തും. അങ്ങനെ നടത്തിയതിൽ കിട്ടിയതാണ് ഈ ബാക്ടീരിയയുടെ അളവ് 2900 MBN എന്നുള്ളത്. സാധാരണ ജലത്തില് പരമാവധി 500 MBN പാടുള്ളൂ. ഇത് വളരെ കൂടുതലാണ്. വെറുതെ അല്ലട്ടോ സത്യേട്ടാ, ഈ അണുക്കളൊക്കെ നമ്മളെ കടിച്ചിട്ടുണ്ടാവുക. അല്ല, അങ്ങനെയാണെങ്കിൽ മാഡം എത്രയും പെട്ടെന്ന് നശിപ്പിക്കണ്ടേ? ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജലസ്രോതസ്സുകളൊക്കെ വൃത്തിയേടാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രതികരിക്കാം. അടി കൊടുക്കാണ് വേണ്ടത്. അടിക്കല്ല സത്യ, പിടിച്ചിട്ട് ഇവിടെ കൊണ്ടായി കൊടുക്കുക. അയ്യോ, ഇവിടെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. നിങ്ങൾ അവരെ പിടിച്ചിട്ട് ഒന്നുകിൽ കേസ് കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ കംപ്ലൈന്റ് ചെയ്യാം. ഇപ്പോ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ഈ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്ക് 2 ലക്ഷം രൂപ പിഴയും 3 വർഷം തടവ് ശിക്ഷയും ഉണ്ട്. അതെ അതെ. 2017 മാർച്ച് മാസം മുതലാണ് ഇത് നിയമം നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് 2017 മുമ്പായിട്ട് 25,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 25,000 പോരാ, 2 ലക്ഷം വേണോ? ഇനി അമ്മാരി അറാമ്പറപ്പല്ല ഇവര് കാണിക്കണം. ഇനി ഞങ്ങൾ വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോയിട്ട് കംപ്ലൈന്റ് ചെയ്യും മേഡം. സത്യ, പണ്ടൊക്കെ പാപ്പാന്റെ കൂടെ ഈ പൊയ്ക്കരയിൽ വന്നിട്ട് ഒരുപാട് ചൂണ്ടലിട്ടൊരു ഓർമ്മ ഉണ്ട്. അന്നൊക്കെ നന്നായിട്ട് മീൻ കിട്ടീന് കേട്ടോ. ഇന്നിപ്പോ നോക്കി എത്ര നേരമായത് ഇട്ട് കുത്തിരിക്കുന്നത്. ഏതെങ്കിലും മീൻ വന്ന് കുത്തുണ്ടോ? ഇപ്പൊ കുന്തം കിട്ടും. ചേട്ടാ, നമ്മ സാധാരണ ഈ പുഴന്റെ അപ്പുറത്തല്ലേ വേസ്റ്റ് എടുത്തേ, ഇതിന് ഇപ്പുറത്തേക്ക് വന്നു നീ. അവിടെ ഇപ്പൊ വേസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. 2 കല്യാണം ഉണ്ടായിരുന്നില്ലേ, അപ്പുറത്തേക്ക് വേസ്റ്റ് ഒരുപാടായി. ആരും കണ്ട നമ്മളെ തല്ലിക്കൊല്ലും. കോഴിമണ്ണല്ലേ നോക്കില്ല. കോഴി വേസ്റ്റ് തൊട്ടാണ് ചാക്കിൽ കൊണ്ടുവന്നിട്ടില്ലേ, ആ ചെറ്റ പോയിട്ട് നാലിട്ട് പൊട്ടിച്ചാലോ? വേണ്ട വേണ്ട, തല്ലണ്ട. അതെ,
ഇനി ഞാൻ ഇല്ലാത്ത ദിവസം ഇവിടെ തന്നെ കൊണ്ടിട്ടാ മതി ആരെങ്കിലും കാണാനും ആരെങ്കിലും വരുന്നുണ്ടോ തോമ? നമുക്കേ തഹസിൽദാരത്ത് റിപ്പോർട്ട് ചെയ്യാം. മൂപ്പരല്ലേ പറഞ്ഞ് ഇങ്ങനത്തൊക്കെ കണ്ടാ പോയി റിപ്പോർട്ട് ചെയ്യണം.